നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാമ്പത്തിക ബാധ്യതകളാണ് ഒരു കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുന്നത്. വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ പോലും പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾ ആ കുടുംബത്തിന്റെ അടിക്കൽ ഇളക്കാറുണ്ട്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണമെന്ന തത്രപ്പാടിൽ നെട്ടോട്ടം ഓടുന്നവർ ഇതിന്റെ കാരണം കണ്ടെത്താൻ പൊതുവെ ശ്രമിക്കാറില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന ചിന്തയിലാകും ഇക്കൂട്ടർ. പക്ഷേ ഒന്നും ശരിയാകാതെ വരുമ്പോൾ അതിന്റെ ദേഷ്യം അത് മറ്റു കുടുംബത്തിലുള്ളവരോട് കാണിക്കാൻ തുടങ്ങും. ചില കുടുംബങ്ങൾ ഇതോടുകൂടി പൂർണ്ണമായും ശിഥിലമായി തീരും. എന്നാൽ ചിലപ്പോൾ ചെറിയ ചില പരിഹാര ക്രിയകൾ ചെയ്താൽ തന്നെ ഇതെല്ലാം ഒഴിഞ്ഞുപോയി സാമ്പത്തിക സമൃദ്ധിയിലേക്ക് തിരിച്ചു വരാനും കഴിയും. ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം കൊണ്ടോ വീട്ടിൽ നാം അറിയാതെ ചെയ്യുന്ന പല കാര്യങ്ങൾ കൊണ്ടോ ഒക്കെ ആവും ഇങ്ങനെയൊക്കെ വന്നു ഭവിക്കുന്നത്. വീട്ടിൽ നിന്നും ദാനമായി കൊടുക്കാൻ പാടില്ലാത്ത വസ്തുക്കളെ പറ്റി മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചില കാര്യങ്ങൾ നാം ദാനമായോ കടമായോ വാങ്ങാനും പാടില്ല എന്നതാണ് ശാസ്ത്രം നിഷ്കർഷിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ഇത് അക്ഷരം പ്രതി അനുഷ്ഠിച്ചു പോന്നിരുന്നു. എങ്കിലും ഇന്ന് ഇതിന് ക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അയൽപ്പക്കത്തു നിന്നോ മറ്റുള്ളവരിൽ നിന്നോ കടമായി വാങ്ങാൻ പാടില്ലാത്ത സാധനങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. 3 സാധനങ്ങളെ പറ്റി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പറയുന്ന ഈ 3 സാധനങ്ങൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ പോലും വാങ്ങിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ആദ്യമേ പറയുകയാണ്. അത്തരത്തിലുള്ള ഒരു കൈമാറ്റം കുടുംബത്തെയും വ്യക്തികളെയും ദുരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ 80% സാധ്യതയുള്ളതിനാലാണ് ഇത് പറയുന്നത്. സ്നേഹത്തോടെ തരുന്നതല്ലേ, വാങ്ങിക്കളയാം എന്ന് പോലും ചിന്തിക്കാൻ പാടില്ലാത്ത ആ 3 വസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമതായി പറയപ്പെടുന്നത് ഉപ്പിനെ പറ്റിയാണ്. ഉപ്പ് യാതൊരു കാരണവശാലും കടമായോ ദാനമായോ വാങ്ങാൻ പാടില്ല എന്നത് ശാസ്ത്രം അടിവരയിട്ട് പറയുന്ന കാര്യമാണ്. ഉപ്പിന് എന്തെങ്കിലും ക്ഷാമം ഉണ്ടാകുകയോ കടയിൽ നിന്നും മാത്രം വാങ്ങാൻ ശ്രമിക്കുക. അതും കടമായി വാങ്ങരുത്. കാശ് കൊടുത്തു മാത്രം വാങ്ങുക എന്നുള്ളതാണ് ശരിയായ ക്രമം. ഉപ്പിന്റെ പ്രാധാന്യത്തെപ്പറ്റി മുൻപൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഉപ്പിൽ കുടികൊള്ളുന്നത് ലക്ഷ്മി ചൈതന്യമാണ്. ലക്ഷ്മി ഭാവം കുടികൊള്ളുന്ന ഉപ്പിന് നമ്മുടെ വീട്ടിൽ ക്ഷാമം ഉണ്ടാകാനേ പാടില്ല എന്നതാണ് ശാസ്ത്രം പറയുന്നത്. ഉപ്പ് വീട്ടിൽ തീരുന്ന മുറയ്ക്ക് അപ്പോൾ തന്നെ വാങ്ങി നിറയ്ക്കേണ്ട ഒരു വസ്തുവാണ്. നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജികളെ ആഗിരണം ചെയ്യുന്ന വസ്തുവാണ് ഉപ്പ്. ഇതിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് വീട്ടിലെ നെഗറ്റീവ് എനർജി കൂടുകയും ഇത് കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, ഇതേ ഉപ്പ് മറ്റൊരു വീട്ടിലും ഇതേ കർമ്മം ചെയ്യുന്നുണ്ട്. ആ വീട്ടിലെ അനാവശ്യമായ എല്ലാ ഊർജ്ജങ്ങളെയും ആഗിരണം ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുവാണ് ഉപ്പ്. ഇത് നാം നമ്മുടെ വീട്ടിലേക്ക് കടമായോ ദാനമായോ വാങ്ങിക്കൊണ്ട് വരുന്നതോടെ ആ നെഗറ്റീവ് എനർജിയും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും. ഉപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് എനർജിയും കടം വാങ്ങിയ ഉപ്പിനൊപ്പം വന്നു ചേരുന്ന നെഗറ്റീവ് എനർജിയും എല്ലാം കൂടെ നെഗറ്റീവ് എനർജിയുടെ അതിപ്രസരം തന്നെ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കും. ഇത് ലക്ഷ്മി ദേവിയുടെ കോപത്തിന് കാരണമാകുമെന്നത് 100% സത്യമുള്ള കാര്യമാണ്. കുടുംബത്തിൽ രോഗങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ഒക്കെ വന്നു ഭവിക്കുന്നതിന് ഇത് കാരണമാകും. അതുപോലെ തന്നെ എണ്ണയോ എണ്ണ കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളോ നാം അയൽ വീടുകളിൽ നിന്നോ മറ്റിടങ്ങളിൽ നിന്നോ വാങ്ങുവാൻ പാടില്ലാത്ത വസ്തുക്കളുടെ ഗണത്തിൽപ്പെട്ടതാണ്. എണ്ണയും ശനിദേവനുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. ശനിദോഷമുള്ളവർക്കുള്ള ഉത്തമ പരിഹാരമായി നാം ക്ഷേത്രങ്ങളിൽ എണ്ണ സമർപ്പണം നടത്താറുണ്ട്. ശനി പ്രീതിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എണ്ണ കടമായി വാങ്ങുന്നതിലൂടെ മറ്റുള്ളവർക്കുള്ള ശനിദോഷത്തിന്റെ നല്ലൊരു ഭാഗം നമ്മളിലേക്ക് പ്രകടമാകാൻ സാധ്യതയുണ്ട്. ശനിദോഷം കൊണ്ടുണ്ടാകുന്ന രോഗാതുരമായ അവസ്ഥ, സാമ്പത്തിക ഭദ്രതയില്ലായ്മ, മാനസിക പ്രശ്നങ്ങൾ, തൊഴിൽപരമായ ഉയർച്ചയില്ലായ്മ തുടങ്ങിയവ നിങ്ങളുടെ സന്തോഷകരമായി പോകുന്ന ഭവനങ്ങളിൽ എത്താതിരിക്കാൻ എണ്ണയും ഇത്തരം കൈമാറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കുക. മൂന്നാമതായി ഇരുമ്പ് കൊണ്ടുള്ള വസ്തുക്കളുമാണ് കടവും ദാനവുമായി കൊടുക്കാൻ പാടില്ലാത്ത വസ്തുക്കളുടെ ഗണത്തിൽപ്പെടുന്നു. ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു അസ്വസ്ഥതയുണ്ടാകും. കാരണം വാക്കത്തിയോ മൺവെട്ടിയോ കുന്താലിയോ ഒക്കെ ആവശ്യമായി വന്നാൽ അയൽവീടുകളിലേക്ക് ഓടുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും. എന്നിട്ട് നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു തോന്നലുണ്ടാവും. ഇരുമ്പ് വസ്തുക്കൾ കടം വാങ്ങുന്നത് പ്രത്യക്ഷത്തിൽ ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല. എങ്കിൽ കൂടി നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ നിന്നും ഒരു ഇരുമ്പ് ഉപകരണം മറ്റൊരാൾ കൊണ്ടുപോയി എന്ന് വയ്ക്കുക. ആവശ്യം കഴിഞ്ഞ് ഇപ്പോൾ തരാമെന്ന് പറഞ്ഞാവും കൊണ്ടുപോയിട്ടുണ്ടാകുക. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, തിരികെ കൊണ്ടുവരണമെന്നില്ല. നമുക്ക് ഒരാവശ്യം വരുമ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ കാണില്ല. നമ്മുടെ മനസ്സ് ഒരല്പം അസ്വസ്ഥമാകും. സ്വാഭാവികമായൊരു മാനസികാവസ്ഥയാണത്. എന്നാൽ ചില നാളുകാരുടെ മനസ്സ് ചെറുതായി ഒന്ന് അസ്വസ്ഥമാകുന്നത് തന്നെ മറ്റുള്ളവർക്ക് ദോഷമായി വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. അയൽക്കാരുടെയോ സുഹൃത്തുക്കളുടെയോ നാളെ ഏതാണ് എന്ന് പലർക്കും അറിയാൻ ഒരു വഴിയുമില്ല. എന്നതുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഇരുമ്പ് ഉപകരണങ്ങളുടെ കൈമാറ്റം വേണ്ട എന്ന് വയ്ക്കുന്നതാണ് ഉത്തമം. അതുപോലെ തന്നെ ശനിയുടെ ചില അപഹാരങ്ങളും ഇതോടൊപ്പം കൈമാറ്റം ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് ഓർക്കുക. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു അറിവുമായി വീണ്ടും കാണാം.